കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ കണ്ടു, അതിൻ്റെ പ്രൂഫ് കണ്ടു, എങ്ങനെയാണ് ഓരോ റൂളും ഡിറൈവ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാര്യം ഡെറിവേറ്റീവ്സിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസാണ്. അതിലൊരെണ്ണം ടു ഫൈൻഡ് ദ ഇക്വേഷൻസ് ഓഫ് ടാൻജൻറ്റ് ലൈൻസ് എന്നുള്ളതാണ്. ടാൻജൻറ്റ് ലൈൻസ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ, സപ്പോസ് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പോയിൻറ്റും തന്നു കഴിഞ്ഞാൽ ആ പോയിൻറ്റിലെ ടാൻജൻറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് മീറ്റ്സ് ദ ഗ്രാഫ് എക്സാക്ട്ലി അറ്റ് ഓൺലി വൺ പോയിൻറ്റ് വിച്ച് ഈസ് ദ ഗിവൺ പോയിൻറ്റ്, റൈറ്റ്. ആ തന്നിട്ടുള്ള ഒരു പോയിൻറ്റിൽ മാത്രം ആ ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മൾ ടാൻജൻറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ടാൻജൻറ്റ് ലൈനിനൊരു ഇക്വേഷൻ ഉണ്ടാവുമല്ലോ, നമുക്ക് ലൈനിനൊരു ഇക്വേഷൻ എഴുതാം. ലീനിയർ ഇക്വേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കും ലൈനിൻ്റെ ഇക്വേഷനെ. സോ ആ ലൈനിന് ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയുന്നൊരു ഇൻഫർമേഷൻ ഉള്ളത് എന്താ? ഇഫ് യു ഹാവ് എ ഫംഗ്ഷൻ സേ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ആ ഫംഗ്ഷൻ്റെ ഇപ്പോൾ ഒരു പോയിൻറ്റും കൂടെ തന്നു വിചാരിക്കും, എക്സ് നോട്ട്. ആ എക്സ് നോട്ടിലെ ഫംഗ്ഷൻ്റെ വാല്യൂവിനെ നമ്മൾ തൽക്കാലം വൈ നോട്ട് എന്ന് വിളിക്കാം. വിളിച്ചാലില്ലെങ്കിലും വൈ നോട്ട് എന്ന് വിളിക്കാം. വൈ നോട്ട് ഈസ് എഫ് ഓഫ് എക്സ് നോട്ട്. അങ്ങനെയാണെങ്കിൽ the slope of the tangent line to the graph of the function y equal to f of x at the point x naught y naught or f of x naught, which is nothing but x naught f of x naught, is f dash of x naught. Slope of tangent. അപ്പോൾ ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് നമുക്കറിയാം. ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ആണ് ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ്. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് ലൈൻസ് പഠിച്ചപ്പോൾ നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ ഇങ്ങനെ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നു. പോയിന്റ് സ്ലോപ്പ് ഫോം എന്നൊക്കെ എന്നതിനെ പറഞ്ഞിരുന്നത് y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്, ഓർ സിംപ്ലി y ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് m into x minus x naught. ഇങ്ങനെയൊരു ഇക്വേഷൻ നമ്മൾ മുമ്പ് കണ്ടിരുന്നു. ഇവിടെ m എന്ന് പറയുന്നത് സ്ലോപ്പാണ്. സോ യൂസിങ് ഡെറിവേറ്റീവ്സ് നമുക്ക് സ്ലോപ്പ് കാണാൻ പറ്റും. ആൻഡ് വി വിൽ ബി യൂസിങ് ദാറ്റ് സ്ലോപ്പ് ഇൻ ദിസ് ഇക്വേഷൻ ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ or to find the equation of the tangent line to the graph of the function y equal to f of x at the point x naught f of x naught. Okay, so അതെങ്ങനെയായിരിക്കും വരിക നമുക്കൊന്ന് എഴുതി നോക്കാം. y നോട്ട് എന്ന് പറയുന്നത് f of x naught ആണ്. സോ y ഈക്വൽ ടു f of x naught പ്ലസ് m എന്ന് പറയുന്നത് സ്ലോപ്പാണ്. സ്ലോപ്പ് എന്താ? f dash of x naught, f dash of x naught into x minus x naught. So this precisely gives the equation of the tangent line to the graph of the function f of x at the point x naught f of x naught. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Find an equation for the tangent to the curve y equal to x plus 2 by x at the point 1, 3. So we are asked to find an equation for the tangent line to the curve y equal to x plus 2 by x at the point 1, 3. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഓർ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 2 by x. നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതി വെക്കാം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എക്സ് നോട്ട്, എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ഏതാ? 1, 3 ആണ്. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 1 ആണ്, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 3 ആണ്. ഓക്കെ. എം ഇൻറ്റു ഈ എം എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ആണ്. എം ഈക്വൽ ടു എഫ് ഡാഷ് അറ്റ് എക്സ് നോട്ട് ആണ്. നമുക്ക് എഫ് ഡാഷ് അപ്പോൾ കാണാം. എഫ് ഡാഷ് അറ്റ് എക്സ് ഈക്വൽ ടു
ഇതിനെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? ടേം ബൈ ടേം ചെയ്യാം. നമ്മൾ പഠിച്ച സം റൂൾ ഉപയോഗിക്കാം ഇവിടെ. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1 പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 2 ബൈ എക്സ്. സോ 2 ഇൻറ്റു 1 ബൈ എക്സ് ദിസ് വിൽ ബി 2 ഇൻറ്റു മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. സോ നമുക്ക് എന്ത് ചെയ്താൽ 1 മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. റൈറ്റ്, 1 മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ. ദെൻ എഫ് ഡാഷ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഡാഷ് അറ്റ് 1. എക്സ് നോട്ട് 1 അല്ലേ ഇവിടെ? സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 ബൈ 1 സ്ക്വയർ which is 1 minus 2 equal to minus 1. ഇപ്പോൾ നമുക്ക് ആവശ്യമായ വാല്യൂസ് എല്ലാം ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്താ? 3 ആണ്. എഫ് ഓഫ് എക്സ് നോട്ട് 3 ആണ്. 3 പ്ലസ് എം എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്താ ഇവിടെ? -1 ആണ്. -1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്താ? 1 ആണ്. റൈറ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു സാധാരണ ഫോമിലേക്ക് മാറ്റി എഴുതാം. 3 പ്ലസ് മൈനസ് എക്സ് പ്ലസ് 1. ഈ -1 കൊണ്ട് എന്ത് ചെയ്യാം? ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വിച്ച് വിൽ ബി y ഈക്വൽ ടു 3 മൈനസ് എക്സ് പ്ലസ് 1 ഓർ സിംപ്ലി y ഈക്വൽ ടു 4 മൈനസ് എക്സ്. റൈറ്റ്, y ഈക്വൽ ടു 4 മൈനസ് എക്സ്. ഇതിന് നിങ്ങൾക്ക് ഏത് ഫോമിൽ വേണമെങ്കിലും എഴുതാം. വേണമെങ്കിൽ y ഈക്വൽ 4 മൈനസ് എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 എന്ന് വേണമെങ്കിൽ എഴുതാം. എങ്ങനെ എഴുതിയാലും ഇതെന്താണ്? ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ ആണ്. റൈറ്റ്, ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻസ് അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ റീഅറേഞ്ച്മെൻറ്റ്സ് ഓഫ് എൻ ഇക്വേഷൻ. സോ ടു ബി സിമ്പിൾ, ദ ടാൻജന്റ് ലൈൻ ടു ദ കർവ് y ഈക്വൽ ടു എക്സ് പ്ലസ് 2 ബൈ എക്സ് അറ്റ് ദ പോയിന്റ് 1, 3 will have the equation y equal to 4 minus x. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഏത് ഫംഗ്ഷൻ വന്നാലും, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ടാൻജന്റ് ലൈൻ ഉപയോഗിച്ചിട്ടുള്ളൊരു അപ്രോക്സിമേഷനാണ്. നമുക്ക് നമ്മൾ എങ്ങനെയായിരുന്നു ടാൻജന്റ് ലൈനിനെ കണ്ടിരുന്നത്? ഇപ്പോൾ ഇങ്ങനെ ഒരു കേർവ് ഉണ്ടെങ്കിൽ ഈ പോയിന്റിലെ ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ഒരു ഏരിയ. ഇപ്പോൾ ഇവിടെ വളരെ ക്ലോസറായിട്ടൊരു ഭാഗം ഞാൻ പരിഗണിക്കുന്നു. ആ ഭാഗത്തിന് ഞാനൊന്ന് മാറ്റി വരക്കാം, കുറച്ചുകൂടെ വലുതാക്കിയിട്ടൊന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ഇങ്ങനെയുള്ള ഭാഗം ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ആ ഒരു പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്തിട്ട് പോകുന്നു. ഓക്കെ, സപ്പോസ് ദിസ് ഇസ് എ ലൈൻ. റൈറ്റ്. അപ്പോൾ വി അസ്യൂം ദാറ്റ്, നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം, ഇതിനെ വീണ്ടും ഞാൻ ചെറുതാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഇൻ എ ക്ലോസർ നെയ്ബർഹുഡ് ഓഫ് ദിസ് പോയിന്റ്, ഞാൻ തൽക്കാലത്തേക്ക് ഈ പോയിന്റിനെ ഒരു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് വിളിക്കുന്നു. if this function is the graph of a function f of x naught, if this graph is of the function f of x, അപ്പോൾ ഞാൻ ഈ പോയിന്റിനെ എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ വളരെ ചെറുതാക്കി നാരോ ഡൗൺ ചെയ്ത്, ഇൻ്റർവെലിനെ നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഗ്രാഫിൻ്റെ ഒരു അപ്രോക്സിമേഷൻ ആയിട്ട് നമുക്ക് ഈ ലൈനിനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ദിസ് ലൈസ് വെരി മച്ച് ക്ലോസർ ടു ദ ഗ്രാഫ്. ദിസ് ലൈൻ, ദ ടാൻജന്റ് ലൈൻ ലൈസ് വെരി മച്ച് ക്ലോസർ ടു ദ കർവ്. അപ്പോൾ ഈ കർവിനെ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ്റെ കർവാന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു 4th ഡിഗ്രി പോളിനോമിയൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിയ ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെയോ അല്ലെങ്കിൽ ഏതോ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫാന്ന് വിചാരിക്കുക. പക്ഷേ ഇത് ടാൻജന്റ് ലൈനാണ്. ലൈനിൻ്റെ ഇക്വേഷൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോമിൽ വളരെ സിമ്പിൾ ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഏരിയക്കെങ്കിലും ഈ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫിന് അല്ലെങ്കിൽ ഫംഗ്ഷനെ ഒരു സിമ്പിൾ ലീനിയർ ഫംഗ്ഷൻ വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധ്യത ഇവിടെ തെളിയുന്നുണ്ട്. കാരണം എന്താ? ഈ ലൈൻ ലൈസ് ആർബിട്രറി വെരി മച്ച് ക്ലോസർ ടു ദ ഗ്രാഫ്. ഈ ഗ്രാഫിനോട് വളരെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ലൈൻ വെച്ചിട്ട് നമുക്ക് ഈ ഗ്രാഫിനെ അല്ലെങ്കിൽ ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ഓക്കെ, സോ സിമ്പിളി ഇത്രയാണ് നമ്മുടെ ഒരു തിയറി. വി യൂസ് ദ ടാൻജന്റ് ലൈൻസ് ടു ലീനിയർലി അപ്രോക്സിമേറ്റ് ദ ഫംഗ്ഷൻ. അങ്ങനെയല്ല, ലീനിയർലി അപ്രോക്സിമേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചിലപ്പം ലീനിയറൈസേഷൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ലീനിയറൈസേഷൻ എന്നോ ലീനിയർ അപ്രോക്സിമേഷൻ എന്നോ സ്റ്റാൻഡേർഡ് ലീനിയർ അപ്രോക്സിമേഷൻ എന്നൊക്കെ പറയാറ്. നമുക്ക് ഓരോന്ന് എന്താ നോക്കാം. Okay, so consider a function y equal to f of x, right? Then the tangent line at x naught f of x naught
will have the equation y equal to f of x naught plus f dash of x naught into x minus x naught. In a brief interval to either side of x naught, ഈ x നോട്ടിൻ്റെ രണ്ട് വശത്തേക്കുള്ള വളരെ ചെറിയൊരു ഇൻ്റർവെലിനകത്ത് this line will represent or this line will approximately represent the function or the graph. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചെറിയൊരു ഇൻ്റർവെലിനകത്ത് എഫ് ഓഫ് എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് എഴുതാൻ പറ്റും. റിമെമ്പർ, ഇവിടെ ഞാൻ ഈക്വാലിറ്റി സൈൻ ഉപയോഗിച്ചിട്ടില്ല, ഈക്വൽ സൈൻ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ അപ്രോക്സിമേഷൻ ആണ്. കാരണം എന്താ, ഇത് 100% ഈ കർവ് അല്ല, ഇതൊരു ലൈനാണ്, കർവിൻ്റെ അടുത്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും രണ്ടും ഈക്വൽ ആവില്ല, പക്ഷേ അപ്രോക്സിമേറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, വളരെ ക്ലോസർ ആണെന്നുള്ള അസംഷനിൽ അപ്രോക്സിമേറ്റ് ചെയ്യാം. നമുക്കിനി എൻ്റെ ഫോർമുല ഡെഫിനിഷൻ എഴുതാം. ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട്, നോക്കൂ, ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ള അസംഷനിലാണ്, ഓർ ഇൻ അതർ വേർഡ്സ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് എന്നുള്ള അസംഷനിലാണ്. സോ ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ at x naught, if f is differentiable at x naught, then the approximation function L of x equal to f of x naught plus f dash of x naught into x minus x naught is called the linearization of f. The linearization of f. ഇത്ര മാത്രം പറഞ്ഞാൽ പോരാ. നോക്കൂ, നമ്മളിത് എഴുതിയപ്പോൾ ഇവിടെ എക്സ് നോട്ടിന് നല്ലൊരു പ്രാധാന്യമുണ്ട്. ഈ സ്ലോപ്പ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എക്സ് നോട്ടിലാണ്, ഈ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നത് എക്സ് നോട്ടിലാണ്. സോ ഈ ലീനിയറൈസേഷൻ ബേസിക്കലി ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പോയിന്റ് എക്സ് നോട്ട്. ഈ എക്സ് നോട്ട് മാറ്റിയിട്ട് ഞാൻ മറ്റെവിടെയെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ലൈൻ മാറിപ്പോയില്ലേ, ലൈൻ വിൽ ബി സംവാട്ട് സിമിലർ ടു ദിസ്. അപ്പോൾ അവിടെ അപ്രോക്സിമേഷനും മാറിപ്പോവും. സോ ദിസ് ഈസ് ദ ലീനിയറൈസേഷൻ ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട് എന്ന് പറയാം. ഓക്കെ, ഈ പോയിന്റ് എക്സ് നോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ലീനിയറൈസേഷനും മാറും. ആൻഡ് ഇഫ് ദിസ് ഈസ് ദ ലീനിയറൈസേഷൻ, ദി അപ്രോക്സിമേഷൻ ഓഫ് എഫ് യൂസിങ് ദിസ് ലീനിയറൈസേഷൻ വിച്ച് വി ഹാവ് ഓൾറെഡി സീൻ, എഫ് ഓഫ് എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഈസ് കോൾഡ് ദി സ്റ്റാൻഡേർഡ് linear approximation. The standard linear approximation of f. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റ് എക്സ് നോട്ട്. ഈ അറ്റ് എക്സ് നോട്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? എക്സ് നോട്ട് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് മാറിക്കഴിഞ്ഞാൽ ഈ ലീനിയറൈസേഷനും ഒക്കെ മാറും, അപ്രോക്സിമേഷനും ഒക്കെ മാറിപ്പോകും. റൈറ്റ്. സോ ആ ഒരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ് നോട്ടിനെ എന്ത് വിളിക്കുന്നു? എക്സ് നോട്ട് ഈസ് കോൾഡ് the center of approximation. The center of approximation. Approximation x നോട്ടിനെ ബേസ് ചെയ്താണ് നടക്കുന്നത്. സോ വി കോൾ എക്സ് നോട്ട് ടു ബി ദ സെൻറ്റർ ഓഫ് അപ്രോക്സിമേഷൻ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ കണ്ടു നോക്കാം. Find the linearization of f of x equal to x raised to 4 at x equal to. എക്സ് റേസ് ടു 4 ഒരു ലീനിയർ ഫംഗ്ഷൻ അല്ല, അതൊരു 4th ഡിഗ്രി പോളിനോമിയലാണ് എക്സ് റേസ് ടു 4. അപ്പോൾ നമുക്ക് അതിനോട് വളരെ അത്യാവശ്യം കുറച്ച് അടുത്ത് നിൽക്കുന്നതിൽ എറർ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും അപ്രോക്സിമേറ്റ്ലി ക്ലോസർ ആയിട്ടുള്ള ഒരു ലീനിയർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയായിരുന്നു ലീനിയറൈസേഷൻ കണ്ടുപിടിക്കുക? നമുക്ക് നേരത്തെ കണ്ട ഇക്വേഷൻ തന്നെ ടാൻജൻ്റ് ആണല്ലോ ബേസിക്കലി കാണുന്നത്. സോ സി ദിസ് ഈസ് എക്സാക്ട്ലി ദ ഇക്വേഷൻ വി യൂസ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ടാൻജൻ്റ് ലൈൻ. അതിവിടെ കോയിൻസൈഡ് ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഈ ലീനിയറൈസേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ടാൻജൻ്റ് ലൈനിൽ തന്നെയാണ്. ഓക്കെ, ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ട്? എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എക്സ് നോട്ട് ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് എന്തായിരിക്കും? എക്സ് നോട്ട് റേസ് ടു 4 അല്ലേ? എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു 4 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് റേസ് ടു 4 വിച്ച് ഈസ് 1 റേസ് ടു 4 അഗൈൻ 1. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക.
സോ എഫ് ഓഫ് എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഓർ ലീനിയറൈസേഷൻ അല്ലേ കാണാൻ പറഞ്ഞത്, എൽ ഓഫ് എക്സ് എന്ന് എഴുതിയാൽ മതി. എൽ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്താ, എഫ് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് അറ്റ് 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. അപ്പോൾ എഫ് ഡാഷും കൂടെ കാണണം അല്ലേ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ ഇവിടെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 4x³ പവർ റൂൾ. സോ എഫ് ഡാഷ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഡാഷ് അറ്റ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1³ അല്ലേ, 4. സോ നമുക്കതൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് 1 എന്താ കിട്ടിയേ, 1 ആണ്. 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് 1 എന്താ കിട്ടിയേ, 4 ആണ്. എക്സ് മൈനസ് എക്സ് നോട്ട് അല്ലേ, എക്സ് മൈനസ് എക്സ് നോട്ട് എന്താ, 1. സോ ദിസ് ഈസ് ഈക്വൽ ടു 4x minus 4 ഉണ്ടാവും പ്ലസ് 1 ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി 4x minus 3. സോ ദ ലീനിയറൈസേഷൻ വിസിബിൾ അല്ല അല്ലേ. സോ ദ ലീനിയറൈസേഷൻ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 ഈസ് എൽ ഓഫ് എക്സ് ഈക്വൽ ടു 4x minus 3. ഇനിയിപ്പോൾ ഇതിനൊരു സ്റ്റാൻഡേർഡ് ലീനിയർ അപ്രോക്സിമേഷൻ കാണാൻ പറഞ്ഞിട്ടാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് കാണേണ്ടത്. പക്ഷേ ഇവിടെ എൽ ഓഫ് എക്സ് ഈക്വൽ ടു എഴുതുന്നതിന് പകരം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, എഫ് ഓഫ് എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയ പോലെ എഫ് ഓഫ് എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4x minus 3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അത് ഇത് ചോദിക്കുന്നതനുസരിച്ച് ഇനിയിപ്പോൾ ഇത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ലീനിയറൈസേഷൻ തന്നെയാണ് സ്റ്റാൻഡേർഡ് അപ്രോക്സിമേഷൻ. ഓക്കെ, ബൈ ദിസ് ദ ചാപ്റ്റർ എൻഡ്സ് ഹിയർ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് റെഫർ ചെയ്യാം, സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. കുറച്ച് വേർഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ബേസിക്കലി ഇതേ കൺസെപ്റ്റ്സ് തന്നെ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്ത ചാപ്റ്ററിൽ കാര്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റേറ്റ്സ് ഓഫ് ചേഞ്ചസിനെ കുറിച്ചും ചെയിൻ റൂളിനെ കുറിച്ചുമാണ്. സോ അതിൽ നമുക്ക് ആദ്യം റേറ്റ്സ് ഓഫ് ചേഞ്ച് എന്താണെന്ന് നോക്കാം. റേറ്റ്സ് ഓഫ് ചേഞ്ച് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു 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 ചേഞ്ചിൻ്റെ റേറ്റ് എത്രത്തോളം മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു അളവ്, അതാണ് ഇവിടെ എടുക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എന്താ ഇങ്ങനെ എഴുതുന്നതിനർത്ഥം, വൈയും എക്സും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ y ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. എന്നുവെച്ചാൽ എക്സ് മാറിക്കഴിഞ്ഞാൽ വൈയും മാറും. സോ y ഹാസ് എ ഡിപ്പെൻഡൻസ് ഓൺ എക്സ്. അപ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കുന്നത്, എക്സിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ ആ മാറ്റം വൈയിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, ആ ചേഞ്ചിൻ്റെ റേറ്റ് എത്രയാണ്. ഇപ്പം എക്സിൽ ചെറിയ മാറ്റം വരുമ്പോഴേക്ക് വൈയിൽ വലിയ മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, റേറ്റ് കൂടുതലാണെന്ന് പറയും. എക്സിൽ കാര്യമായ മാറ്റം വന്നിട്ടും വൈയിൽ വലിയൊരു മാറ്റമൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, റേറ്റ് കുറവാണെന്ന് പറയാനും പറ്റും. ഓക്കെ, സോ ആ ഒരു ചേഞ്ചിൻ്റെ റേറ്റാണ് നമ്മളിവിടെ അളക്കാൻ ശ്രമിക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നു, എക്സിനെ നമ്മളൊരു ഡെൽറ്റ എക്സ് ചേഞ്ച് വരുത്തുന്നു. എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ഈ വേരിയബിളിന്, ഫംഗ്ഷൻ്റെ വേരിയബിളിൽ നമ്മളൊരു ഡെൽറ്റ എക്സ് ചേഞ്ച് വരുത്തുന്നു. അങ്ങനെ ഡെൽറ്റ എക്സ് ചേഞ്ച് വരുത്തുമ്പോൾ വൈയിൽ വരുന്ന ചേഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഡെൽറ്റ വൈ എന്ന് വിളിക്കുന്നു. റൈറ്റ്, സോ ഡെൽറ്റ വൈ ഈസ് ദ ചേഞ്ച് ഒക്കേർഡ് ഇൻ വൈ ഡ്യൂ ടു എ ചേഞ്ച് ഓഫ് ഡെൽറ്റ എക്സ് ഇൻ എക്സ്. ഓക്കെ, ഡെൽറ്റ വൈ ഈസ് ദ ചേഞ്ച് ഒക്കേർഡ് ഇൻ വൈ വെൻ വി മേഡ് എ സ്ലൈറ്റ് ചേഞ്ച് ഓഫ് ഡെൽറ്റ എക്സ് ഇൻ എക്സ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് ഡെൽറ്റ വൈയുടെയും ഡെൽറ്റ എക്സിൻ്റെ ഒക്കെ മീനിങ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എക്സിൽ നമ്മൾ വരുത്തുന്ന ഒരു ചേഞ്ചാണ്. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ആ നമ്മൾ വരുത്തിയ ഡെൽറ്റ എക്സ് ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ വന്നു ചേരുന്ന വ്യത്യാസത്തിനാണ് നമ്മൾ ഡെൽറ്റ വൈ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് റേറ്റ്സ് ഓഫ് ചേഞ്ചിനെ കുറിച്ച് പറയാം. അതിന് മുമ്പായിട്ട് ലീനിയർ ഓർ പ്രൊപ്പോർഷണൽ ചേഞ്ച്, ഒരു തരത്തിലുള്ള ചേഞ്ചിനെ നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത് ലീനിയർ ഓർ പ്രൊപ്പോർഷണൽ ചേഞ്ച്. Suppose we have a function y equal to f of x. Yയും x തമ്മിൽ എങ്ങനെയോ റിലേറ്റഡ് ആണ്. We don't know how is it related. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സിൽ ഒരു ഡെൽറ്റ എക്സ് മാറ്റം വരുത്തിയപ്പോൾ വൈയിൽ ഡെൽറ്റ വൈ വ്യത്യാസം വന്നു. If the change delta y is proportional to delta x,
if the change in y is proportional to the change in x, or simply delta y is proportional to delta x, we may say that there is a linear change or a proportional change. Right? അപ്പോൾ എങ്ങനെയാണ് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും പ്രൊപ്പോർഷണൽ ആണോ എന്ന് നോക്കുക. ഈ ഡെൽറ്റ വൈയും ഡെൽറ്റ എക്സും പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഹാസ് ടു ബി എ കോൺസ്റ്റൻറ്റ്. ചെറിയൊരു മാറ്റം വരുത്തി ഡെൽറ്റ എക്സ് മാറ്റം വരുത്തി നോക്കിയപ്പോൾ വൈയിൽ ഡെൽറ്റ വൈയുടെ വ്യത്യാസം വന്നു. ആൻഡ് ദ റേഷ്യോ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഒരു കോൺസ്റ്റൻ്റായി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അനുമാനിക്കാം? The changes are proportional, and thus we may say that y equal to f of x has a linear change or a proportional change. Right? അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊപ്പോർഷണൽ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻഫർമേഷനും കൂടെ അവൈലബിൾ ആണ്. അത് നമുക്ക് ഫോർമുലായിട്ട് തന്നെ സ്റ്റേറ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ വെലോസിറ്റി or if the variable y changes proportionally with x, ഷോർട്ടായിട്ട് നമുക്ക് എഴുതാം, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇഫ് ദ വേരിയബിൾ y ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് എക്സ് എന്നുവെച്ചാൽ ഡെൽറ്റ വൈയും ഡെൽറ്റ എക്സും കണ്ടിട്ട് അതിൻ്റെ റേഷ്യോ എടുത്ത് നോക്കിയപ്പോൾ കോൺസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട്. ദെൻ y ഈസ് റിലേറ്റഡ് ടു എക്സ്. നമുക്ക് ഈ റിലേഷൻ അറിയില്ല, ഫംഗ്ഷൻ അറിയില്ല, എപ്പോഴും നമുക്ക് അറിഞ്ഞോണമെന്നില്ല. ദെൻ y ഈസ് റിലേറ്റഡ് ടു എക്സ് by a linear function y equal to mx plus c or mx plus b. ഈ y equal to mx plus b എന്നുള്ളത് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് പറഞ്ഞത്, ലീനിയർ ഫങ്ഷൻ ആണെന്ന് പറഞ്ഞത്. വിത്ത് വേർ m equal to delta y by delta x. The number m is the rate of change of y with respect to x. or a change in x. Right? ഇത്രേ പറഞ്ഞുള്ളൂ. എക്സും വൈയും കണക്റ്റഡ് ആണ്. ആൻഡ് വൈ ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് എക്സ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. വൈ ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് എക്സ് ആണെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും ഇടയ്ക്കുള്ള റിലേഷൻ ലീനിയർ ആയിരിക്കും. അല്ലെങ്കിൽ y ഈക്വൽ ടു mx പ്ലസ് ബി എന്നുള്ള ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ m എന്താ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ പ്രൊപ്പോർഷണലി വിത്ത് എക്സ് ആണെന്ന് പറഞ്ഞു. പ്രൊപ്പോർഷണലി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈസ് എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞ എം ആയിട്ട് ചൂസ് ചെയ്യുന്നത്. റൈറ്റ്? ദ നമ്പർ എം ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആ എമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വിളിക്കുന്നത്. ഇത് ബേസിക്കലി നിങ്ങൾ കണ്ടുകാണോ, റേറ്റ് ഓഫ് ചേഞ്ച് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദ ഡെറിവേറ്റീവ്. ആ കേസ് നമുക്ക് കാണാം. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് തന്നിട്ട് ആ കേസ് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഇപ്പോൾ തൽക്കാലം നമുക്കിതിൻ്റെ ഒരു ബേസിക് എക്സാമ്പിൾ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണുള്ളതെന്ന്. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. സപ്പോസ് ദാറ്റ് y ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് എക്സ്. y ചേഞ്ചസ് പ്രൊപ്പോർഷണലി. ഐ ഹോപ്പ് യു ക്യാൻ റീഡ് ദീസ് തിങ്സ്. വായിക്കാൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. y ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് എക്സ്. ഈ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ തന്നിട്ടില്ല കേട്ടോ. y ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഒരു പ്രൊപ്പോർഷണൽ ചേഞ്ച് ആണുള്ളത്. വിത്ത് ദ റേറ്റ് ഓഫ് ചേഞ്ച് 5. വിത്ത് റേറ്റ് ഓഫ് ചേഞ്ച് 5. If y equal to 1 when x equal to 4, find the equation relating y to x. Find the equation relating y to x. എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻ എഴുതണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. y ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് എക്സ്. എക്സിൻ്റെയും വൈൻ്റെ ആയിട്ടുള്ള ചേഞ്ചിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്താ, പ്രൊപ്പോർഷണലാണ്. അല്ലെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്താ, കോൺസ്റ്റൻ്റ് ആണ്.
വിത്ത് റേറ്റ് ഓഫ് ചേഞ്ച് 5. നമ്മൾ നേരത്തെ കണ്ടു എം ആണ് ഇവിടെ 5, റേറ്റ് ഓഫ് ചേഞ്ചിന് എം ആണെന്നുള്ള പറഞ്ഞത്. എം എന്തായിരുന്നു? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ ഇവിടെ പ്രൊപ്പോർഷണലി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 5 ആണ്. ആൻഡ് ഇഫ് വൈ ഈക്വൽ ടു 1 വെൻ എക്സ് ഈക്വൽ ടു 4, എക്സിൻ്റെ വാല്യൂ 4 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വൈയും എക്സും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ പ്രൊപ്പോർഷണലി ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്കറിയാം എന്ത്, എക്സിൻ്റെയും വൈൻ്റെയും റിലേഷൻ ലീനിയർ ആയിരിക്കും. അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും ഫോർ സം എം ആൻഡ് ബി. റൈറ്റ്, ഇവിടെ എം തന്നിട്ടുണ്ട് അല്ലേ, എം ഈക്വൽ ടു 5 തന്നിട്ടുണ്ട്. സോ വൈ ഈക്വൽ ടു 5x പ്ലസ് ബി എന്നുള്ള ഫോമിൽ എഴുതാം. ഇവിടെ ഇപ്പോഴും നമുക്കൊരു അൺനോൺ ഉണ്ട്, എന്താ? ബി ഉണ്ട്. ആ ബീനെ കൂടെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ റിലേറ്റിംഗ് വൈ ടു എക്സ് കിട്ടും. ആ ബീനെ എങ്ങനെ റിലേറ്റ് ചെയ്യും? ആ ബീനെ റിലേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇഫ് വൈ ഈക്വൽ ടു 1 വെൻ എക്സ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എന്താ അറിയാം? ഇത് ബേസിക്കലി വൈ ഓഫ് എക്സ് ഈക്വൽ ടു എന്നുള്ള ഫോം അല്ല, വൈ ഓഫ് എക്സ് ഈക്വൽ ടു 5x പ്ലസ് ബി. അപ്പോൾ നമുക്ക് ഈ എക്സിനൊക്കെ 4 കൊടുക്കാം. എക്സിന് 4 കൊടുക്കുമ്പം വൈക്ക് 1 കിട്ടുന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ എക്സിന് 4 കൊടുത്താൽ അവിടെ എന്താ കിട്ടണ്ടേ? 1 ആണ് കിട്ടണ്ടേ. 1 ഈക്വൽ ടു 5 into 4 plus b. That is 1 equal to 20 plus b, or b equal to minus 19. b equal to minus 19. b equal to minus 19 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ബിയുടെ വാല്യൂ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് വി ക്യാൻ റീച്ച് ദ പ്രോപ്പർ ഇക്വേഷൻ ഫോർ or the proper equation which relates y and x. So the equation relating y and x is y equal to 5x minus 19. Right. So we had the information. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് എന്താ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നത്? y changes proportionally with x എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ഊഹിച്ചു? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കോൺസ്റ്റൻ്റ് ആണെന്ന് ഊഹിച്ചു. തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു റേറ്റ് ഓഫ് ചേഞ്ച് 5 ആണെന്ന്. ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് തന്നെയാണ് റേറ്റ് ഓഫ് ചേഞ്ച്. സോ ആ കോൺസ്റ്റൻറ്റ് 5 ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എത്തുന്നു. വൈ ഈക്വൽ ടു 5x പ്ലസ് ബി എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തുന്നു. അതിന് കാരണം വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും, സിൻസ് വൈ ചേഞ്ചസ് പ്രൊപ്പോർഷണലി. ശേഷം നമ്മൾ ബി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷനിൽ വൈ ഈക്വൽ ടു 1 അറ്റ് എക്സ് ഈക്വൽ ടു 4 തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഈക്വൽ ടു 4 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് വി ഇക്വേറ്റ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിത്ത് 1. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ എന്ത് കിട്ടി? minus 19 കിട്ടി. നമ്മൾ നേരെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് വി ഗെറ്റ് ദ required function or required relation connecting y and x. Right. So this is an example of a practical question which may occur in your exams.